സംസ്ഥാനത്തെ ആശുപത്രികളിൽ പ്രസവത്തിന് അർഹമായ ആദരവോടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നിർമ്മിച്ച അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലും നിശ്ചിത ഗുണനിലവാരമുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കും. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. രാജ്യത്ത് നവജാത ശിശുമരണം, മാതൃമരണ നിരക്ക് എന്നിവ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. വികസിത രാജ്യങ്ങളുടേതിന് തുല്യമാണിതെന്നും മന്ത്രി പറഞ്ഞു. ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രതിവർഷം 1400 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ കൂടുതൽ തസ്തികകൾ അനുവദിക്കുന്ന കാര്യം അന്തിമ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യവകുപ്പിൽ അനധികൃത അവധി അംഗീകരിക്കില്ല. ഇനി മുതൽ വകുപ്പിലെ അവധി അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അനധികൃതമായി അവധിയെടുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പൊതുപ്രവർത്തന രാഷ്ട്രീയ ജീവിതത്തിൽ ഈ തളിപ്പറമ്പിലെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സസൂക്ഷ്മ മാഷ് ശ്രദ്ധിക്കുകയും ഇടപെടുകയും അതുപോലെ മാഷ് കത്തുകൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ പൊതുപ്രവർത്തകർക്കും മാതൃകയാണ്. എല്ലാവരും ബഹുമാനപ്പെട്ട മാഷിനെ ആശുപത്രിയെ കുറിച്ചുള്ള സ്വപ്നം അത് തളിപ്പറമ്പിന്റെ സ്വപ്നമാണ്. ഇതൊരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് മാഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നമുക്ക് സാങ്കേതികമായിട്ടുള്ള അതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ ബഹുമാനപ്പെട്ട മാഷിന്റെയും എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ മെറ്റേണിറ്റി ബ്ലോക്കിന്റെ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നതായി അറിയിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ ബ്ലോക്ക് രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ന് എവിടെയും നമ്മൾ കാണാവുന്ന അല്ലെങ്കിൽ കാണുന്ന ഏത് സൗകര്യത്തെക്കാളും അതിന് ഏത് മികച്ച സംവിധാനത്തിനും ഒപ്പം നിൽക്കുന്ന സൗകര്യങ്ങളാണ് ഈ മെറ്റേണിറ്റി ബ്ലോക്കിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ആരോഗ്യ സൂചകങ്ങളിൽ നീതി ആയോഗിന്റെ അവലോകനത്തിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം. അത് നവജാത ശിശുമരണത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നതിന്റെ എണ്ണം ഏറ്റവും കുറവ് രാജ്യത്ത് കേരളത്തിലാണ്. MP ഗോവിന്ദൻ മാസ്റ്റർ MLA അധ്യക്ഷനായി. DMO ഡോക്ടർ M പീയൂഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി, വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഷീബ, പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നബീസ BV, KM ഷബിത, PP മുഹമ്മദ് നിസാർ, തളിപ്പറമ്പ് നഗരസഭാ സെക്രട്ടറി KP സുബൈർ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.